ഇന്ന് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഊട്ടി പോവാണ്. അപ്പോൾ ഒരു 3:30ക്കാണ് എഴുന്നേറ്റത്. 4 മണി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പം ടൈം കാണിച്ചു തരാം കേട്ടോ. 4:30 സമയം വരുന്നത്. നമുക്ക് അവിടെ എത്ര മണിക്ക് എത്തും നോക്കാം. കൂടെ ഏട്ടൻ, പപ്പ, അമ്മ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും കാണുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു വന്നത് ട്രിപ്പ് പോണത് ഊട്ടിക്കാണ്. ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പാണ് പോണത്. അപ്പോൾ എല്ലാവർക്കും കൂടി എന്തായാലും അടിച്ച് പൊളിച്ച് അവിടെ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. ബൈ. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് പുലർച്ചെ ഒരു 4 മണിക്കാണ് കേട്ടോ. പുലർച്ചെയാണ് ഇറങ്ങിയത്. വേറൊന്നല്ല, നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ പൊതുവേ ഞങ്ങൾ കുറച്ച് പുലർച്ചെയാണ് ഇറങ്ങാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇങ്ങനെ അടുത്തേക്ക് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ അങ്ങനെയൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് ഏകദേശം വെയിലാവണേക്കാട്ടിലും മുന്നേ അവിടെ എത്തും. അപ്പോൾ നന്നായിട്ട് ആ ഒരു തണുത്ത ക്ലൈമറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ കാണിച്ചത് ഇ പാസ്സാണ്. ഇപ്പോൾ നമുക്ക് തമിഴ്നാട് ബോർഡർ കടക്കാൻ വേണ്ടി ഇ പാസ് വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് ആദ്യം നമ്മുടെ റോസ് ഗാർഡൻ ഇല്ലേ, അവിടെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഇപ്പോൾ അവിടെ റോസും കാര്യങ്ങളൊക്കെ നട്ട് വരുന്നേ ഉള്ളൂ. ഫുള്ള് മുന്നൊരു വട്ടം പോയപ്പോൾ അവിടെ എല്ലാം നന്നായിട്ട് കിളിർത്ത് നിൽക്കണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം എല്ലാം അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എല്ലാം കുഴിച്ചിട്ടേക്കാണ്. വളർന്നു വരുന്നേ ഉള്ളൂ, ടൈം എടുക്കും. പക്ഷെ എന്നാൽ പോലും നല്ല മഴക്കാറ്, തണുപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. വെയിലും നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് കൊണ്ടു വെയിലൊക്കെ. പക്ഷേ എന്നാൽ പോലും നല്ലൊരു കുളിർമ ഉണ്ടായിരുന്നു. നമുക്ക് നടക്കുമ്പോഴൊക്കെ നല്ല ഒരു ക്ഷീണം തോന്നില്ല. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഊട്ടിക്ക് 1 ഡേ ട്രിപ്പാണ് ഞങ്ങൾ പോയത്. 1 ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞാലും ഉച്ചയാകുമ്പോൾ ഒരു വൈകുന്നേരം നമ്മളൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവിടെ 2-3 സ്ഥലങ്ങൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ മുന്നേ പോയിട്ടുണ്ട്. അങ്ങനെ ആദ്യം റോസ് ഗാർഡൻ കഴിഞ്ഞു. പിന്നെ കയറിയത് ഇവിടുത്തെ ഗാർഡനാണ് കേട്ടോ. എനിക്കിതിൻ്റെ പേര് ഓർമ്മയില്ല. ഇതിൻ്റെ ഉള്ളിലാണ് ഒരു ഫ്ലവർ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക തരം മരങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ പോയവർക്ക് അറിയുണ്ടാവും. എല്ലാം നല്ല ആംബിയൻസ് ആണ്. ആക്ച്വലി എനിക്ക് ഊട്ടി പോവുക, കൊടൈക്കനാൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടുത്തെ ഒരു തണുപ്പ്, ഇതുപോലെ പണ്ട് കാണാനുള്ള കാര്യങ്ങൾ ഇതാ ഇങ്ങനെ ബ്രിട്ടീഷുകാർ പണിത് വെച്ച പീരങ്കി, അങ്ങനെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു വൈബാണല്ലോ. അങ്ങനെ എല്ലാം കണ്ടിതാക്കിയപ്പോഴാണ് എനിക്ക് ഇതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അനിയൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൽ പോയി. എന്തായിരുന്നു സ്കിപ്പിംഗ്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, സിപ്പ് ലൈൻ കൂടെ പോകുന്ന. അങ്ങനെ ഞാനും ഏട്ടനും കൂടിയിട്ടാണ് പോയത് കേട്ടോ. എന്നിട്ട് സിപ്പ് ലൈൻ കയറിയാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോഴാണ് നമ്മൾ ഉച്ചയ്ക്കാണ് പോയത് തിരിച്ച് വീട്ടിലോട്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ക്ലൈമറ്റ് കാണുമ്പോൾ പറയും, അപ്പോഴൊന്നും വെയിലുണ്ടായിരുന്നില്ല, നല്ല മഴക്കാറായിരുന്നു. പോകുമ്പോൾ നല്ല മഴയും കിട്ടി. വരുമ്പോൾ കുറച്ച് കാട്ടുപോത്തോളം കണ്ട് അങ്ങനെ വീട്ടിൽ പോയി.